ഹലോ ഡിയേഴ്സ്, ഐറൈന 3 എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു പെർഫെക്റ്റ് മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് പോലും ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കിടിലനായിട്ട് മീൻകറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ റെസിപ്പിയിലോട്ട് കടന്നാലോ. ഞാനിവിടെ മീൻകറിക്ക് വേണ്ടിയിട്ട് 1/2 കിലോ ഫിഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സാമൺ ഫിഷാണ്. ഏത് ഫിഷും ഇതേ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ. ഞാൻ അത്യാവശ്യം മുഴുപ്പുള്ള 2-3 ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല മുഴുപ്പുള്ളതായതുകൊണ്ടാണ് 3 അല്ലെങ്കിൽ ഒരു 5 എടുക്കണേ. ഇനി അത്യാവശ്യം മുഴുപ്പുള്ള 2-3 വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് നീളവും അത്യാവശ്യം വണ്ണവും ഉള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഇലയടർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മീൻകറിയുടെ ഏറ്റവും അത്യാവശ്യമുള്ള കൊടംപുളി, അതൊരു 2.5 ചുളയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനി നമുക്കൊന്ന് നുറുക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് 2 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, അതുപോലെ ഈ ഇഞ്ചിയുടെ പകുതിയും അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നല്ല വെണ്ണ പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മുടെ ബാക്കിയുള്ള ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലൊന്ന് സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് നുറുക്കിയെടുത്ത ആ വെള്ളത്തോടു കൂടി കുടംപുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അരപ്പ് മൂപ്പിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടികളുടെ ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഈ അരപ്പ് നമുക്ക് പുളിവെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇലക്ട്രിക് സ്റ്റൗവിൻ്റെ പുറത്ത് വെച്ച് ചെയ്യുന്നതുകൊണ്ടാട്ടോ എൻ്റെ ചട്ടി കിടന്ന് ആടുന്നത്. പിന്നെ ഞാൻ ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയുള്ള വെള്ളവും കൂടെ തിളപ്പിച്ച് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മുകളിൽ കിടക്കുന്ന കഷ്ണങ്ങളൊക്കെ നമുക്ക് പതുക്കെ ഒന്ന് ചാറിൻ്റെ താഴത്തേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് തിളയ്ക്കണ വരെ ഇതൊന്ന് മൂടി വയ്ക്കാം. ഇതാ നമ്മുടെ ഫിഷ് കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടച്ചു വെക്കണ്ട. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് വേവാനായിട്ട് വെക്കാം. ഈ ഒരു സ്റ്റേജിൽ ഈ ചട്ടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കണേ. തീ കുറയ്ക്കാം. ചെറു തീയിൽ കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഫിഷിന് ഒരുപാട് വേവൊന്നും ഇല്ലെന്ന് അറിയാമല്ലോ. അപ്പം നമ്മൾ ഒരുപാടിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഒരു 2-3 മിനിറ്റ് കൂടെ മതിയാവും. പിന്നെ മീൻകറി തിളയ്ക്കുമ്പോൾ പത പോലെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഉപ്പ് കുറയുന്നത് കൊണ്ടാണെന്ന് പറയും. ആ ഒരു സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കിയാൽ മിക്കവാറും ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതി ആ സമയത്ത്. ഇനിയിപ്പോൾ നമ്മുടെ ഫിഷ് വെന്തിട്ടുണ്ട്. നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ ഒരു തണ്ട് കറിവേപ്പില അതിൻ്റെ നടുക്കോട്ട് ഇതാ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഓഫ് ചെയ്യുവാണേ. ഒരു പ്രത്യേക മണമൊക്കെ കിട്ടുവേ. എന്നിട്ട് ഇതാ ഇതുപോലെ പാതി മൂടിയ നിലയിലൊന്ന് അടച്ചു മാറ്റി വെക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് കറിയുടെ ഫൈനൽ. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവർക്കും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ഓണാക്കി വെക്കണേ. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.